അതായത് സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര, ഈ ആശാമാർക്ക് 21,000 രൂപ ശമ്പളം, ഇതൊക്കെ എപ്പോൾ തരും പറ? ഇത് ഇങ്ങനെയുള്ള പോസ്റ്റുകളാണ് സോഷ്യൽ മീഡിയ മുഴുവൻ. പറയുന്നത് ആരെന്ന് അറിയാമോ? ചോരച്ചാലുകൾ നീന്തക്കാരെ പ്രസ്ഥാനക്കാരാണ്. ഇത് ആശമാരല്ല ചോദിക്കുന്നത്, അതുപോലെ ഇവിടുത്തെ സ്ത്രീജനങ്ങളുമല്ല. ഈ നാട്ടിലെ അന്തം കമ്മി സൈബർ സഖാക്കളാണ്. തോറ്റ അന്ന് ഉച്ചയായപ്പോൾ തൊട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അധികാരത്തിൽ വന്നില്ല, ഇതെപ്പോൾ തരും എന്നാണ് ചോദിക്കുന്നത്. സമരം തുടങ്ങാം, ഇപ്പം തന്നെ എല്ലാം പ്ലാൻ ചെയ്യും. അല്ല, നമുക്ക് ചോദിക്കാനുള്ള നാണവും മാനവും ഉളുപ്പും എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അല്ല, ഈ ചേട്ടന്മാർ ഇന്നത്തെ പുതിയ ന്യൂ ജനറേഷൻ DYFIക്കാർക്ക് ചിലപ്പോൾ ഓർമ്മയാണില്ലായിരിക്കും, അല്ലെങ്കിൽ SFIക്കാർക്ക് ഓർമ്മയാണില്ലായിരിക്കും. 1987 നിയമസഭാ തെരഞ്ഞെടുപ്പിന് 10 ലക്ഷം പേർക്ക് യുവാക്കൾക്ക് തൊഴിൽ നൽകുമെന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ വാഗ്ദാനം. പിന്നെ ഗൗരി അമ്മയെ മുഖ്യമന്ത്രിയാക്കുമെന്നുള്ളത് LDFന്റെ. ഇത് രണ്ടും ഒരു ഉളുപ്പും ഇല്ലാതെ തള്ളിക്കളയുന്ന മാത്രമല്ല, അന്നത്തെ മന്ത്രിയായിരുന്നു വിജയ തങ്കപ്പൻ പറഞ്ഞത് തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെല്ലാം പോയി പട്ടിയെ പിടിക്കാനാണ്. പട്ടിയെ പിടിക്കാൻ അവിടെ ആൾ കിട്ടാനില്ല, അതുകൊണ്ട് തൊഴിലില്ലാത്തവരെല്ലാം പോയി പട്ടിയെ പിടിക്കാൻ പറഞ്ഞു. അത്തരം നിഷേധാത്മക നിലപാട് സ്വീകരിച്ച അന്തം കമ്മികളെല്ലാം കൂടെ ഇറങ്ങി എന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ എപ്പോൾ തരും? എങ്ങനെ? അതായത് ഒരു സർക്കാർ രൂപീകരിച്ചിട്ടില്ല, ആ സർക്കാർ അധികാരത്തിൽ വന്നിട്ടില്ല, മുഖ്യമന്ത്രിയെ തീരുമാനിച്ചിട്ടില്ല, അതിനു മുമ്പ് ഇവന്മാരെല്ലാം കൂടെ രംഗത്തിറങ്ങി. ഒരു കാവൽക്കാരൻ മുഖ്യമന്ത്രിയാണോ ഉള്ളത്? അല്ല, നമ്മളിപ്പോൾ പറയുന്നു ഈ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര, പിന്നെ അതുപോലെ ഈ പറയുന്ന ആശമാർക്ക് 21,000 രൂപ, ഇതൊക്കെ നടപ്പാക്കണമെങ്കിൽ കേരളത്തിൻ്റെ സർക്കാരിൻ്റെ ഖജനാവിനകത്ത് എന്തെങ്കിലും വേണം. ആദ്യം സർക്കാർ ചെയ്യേണ്ടത് ധവളപത്രം ഇറക്കുകയാണെന്നാണ്. കാരണം ഇവിടെ നടത്തിയ പകൽക്കൊള്ള നടത്തിയിട്ടാണ് പിണറായി വിജയനും കൂട്ടരും ഇറങ്ങിയിരിക്കുന്നത്. ഇന്നലെ കൊള്ള സംഘത്തിന്റെ പ്രധാനപ്പെട്ട ഒരാൾ രാജിവെച്ച്, കൊള്ളസംഘ തലവനാണ് ഇന്നലെ രാജിവെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും, അല്ലേ? അതെ, ഈ കിഫ്ബി എന്ന് പറയുന്ന പദ്ധതിയിലൂടെ നാട്ടുകാരെയും പൊതുജനങ്ങളെയും പറ്റിച്ച് വ്യക്തമായിട്ട് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് നടന്നിട്ടുള്ള കള്ളക്കളിയാണ്. ഇടതുപക്ഷ സൈബർ സഖാക്കൾ പോലും KA ബേബറാമിനെ കൊള്ളക്കാരെന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് നമുക്കറിയാം, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സർക്കാർ അധികാരത്തിലോട്ട് ഏറിയാൽ ഒരുപാട് പ്രശ്നങ്ങളാണ് അവരുടെ മുമ്പിൽ. ആദ്യം അവരുടെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. പിന്നെ മന്ത്രിമാരെ ഈ 2 സെറ്റ് അടി കഴിഞ്ഞതിന് ശേഷം വേണം ഇവർക്ക് ഭരണം തുടങ്ങാൻ. അപ്പം അതിനുശേഷമായിരിക്കും സത്യപ്രതിജ്ഞ പോലും നടക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അതായത് ഏറ്റവും ആദ്യത്തെ നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഈ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് ചില്ലറ സാമ്പത്തിക പ്രതിസന്ധി ഒന്നും അല്ല. ഖജനാവ് തൂത്തുവാരി കടവും കൂടെ വരുത്തിച്ചിട്ടാണ് പോയിരിക്കുന്നത്. അവിടെ ഒന്നുമില്ല. ഇപ്പം നമുക്ക് ലഭ്യമായ കണക്കുകൾ പ്രകാരം 40-45 ലക്ഷം കോടിയുടെ കടമുണ്ട്, അല്ലേ? അത്രയും വലിയ കടമുണ്ട്. 1 ലക്ഷം കോടിയുടെ കടം, 1 ലക്ഷം കോടിയുടെ 40,000 കോടിയല്ല, 1 ലക്ഷം കോടിയുടെ കടമാണ് ഈ സർക്കാർ വരുത്തി വെച്ചിരിക്കുന്നത്. പിന്നെ അടുത്ത ഒരു കാര്യം, LDF സർക്കാരിന് കുറച്ചെങ്കിലും കേന്ദ്ര വിഹിതം കിട്ടി. ഈ UDF സർക്കാർ, കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നാൽ കേന്ദ്ര വിഹിതത്തിന്റെ കാര്യത്തിൽ വലിയ ഇടിവുണ്ടാവും. ഉറപ്പാണല്ലോ, കാരണം ഇവിടെ അന്തർധാര ഉണ്ടായിരുന്നല്ലോ. അതെ, എന്നിട്ട് പോലും LDF CPM ഭരിക്കുന്ന സമയത്ത് ഇത് കിട്ടിയിട്ടില്ല. എന്താണെന്നറിയാം? CPM ഭരിക്കുന്ന സമയത്ത് വിഹിതം ഇവർ ചോദിച്ചതിന്റെ പകുതിയാണ് കൊടുത്തത്. അതുപോലെ കടമെടുക്കാനുള്ള അനുവാദം അതും വളരെ കുറച്ചാണ് കൊടുത്തത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്താണ് ഇത്തരം വരെ ഒരു പ്രവർത്തിയുമായിട്ട് ഇവർ രംഗത്ത് വന്നിരിക്കുന്നത്. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമനെ കേരള ഹൗസിൽ വിളിച്ച് ഇഡ്ഡലി സാമ്പാറോ കൊടുത്തിട്ടും ഒന്നും സംഭവിച്ചൊന്നുമില്ല. ആദ്യം നമ്മൾ ഒരു ധവളപത്രം ഇറക്കണം, പിന്നെ ഒരു 3 മാസം നീണ്ടു നിൽക്കുന്ന ഒരു കർമ്മ പദ്ധതി. അതാണ് ശരിക്കും സർക്കാരിന്റെ ഒരു രീതി. പുതിയ സർക്കാർ നിലവിൽ വരുമ്പോൾ അവർക്ക് പ്രവർത്തിക്കാൻ ഒരു മിനിമം 3 മാസം അങ്ങനെ ഒരു കീഴ്വഴക്കമാണ് മുന്നോട്ട് വരിക. പിന്നെ UDF സർക്കാർ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആശമാരുടെ കാര്യത്തിൽ സമര പന്തലിൽ ചെന്ന് PD സതീശൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അവർക്ക് ഉള്ള ഓണറേറിയം വർദ്ധിപ്പിക്കും എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞാണ്. അതുപോലെ പിൻവാതിൽ നിയമനം അവസാനിപ്പിക്കും, PSC റാങ്ക് ലിസ്റ്റുള്ളവർക്ക് ജോലി കൊടുക്കും, ഇവർ അനധികൃതമായിട്ട് നിയമിച്ചവരെ എല്ലാം പിരിച്ചുവിടും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഇനി വരാൻ പോകുന്ന ഒരു അന്വേഷണ പരമ്പരകൾ വരാൻ പോവുകയാണ്. ഇവിടെ നടത്തി കിഫ്ബിയിലാണ് ഏറ്റവും പ്രധാനം. കിഫ്ബിയിലെ CEO അടക്കമുള്ളവർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ. അവർ ചെയ്യണം. അത് ഇവിടുത്തെ ജനങ്ങൾ അവരെ ഇങ്ങോട്ട് തിരഞ്ഞെടുത്ത് വിട്ടേക്കുന്നത് അതിനു വേണ്ടിയാണ്. അതല്ലാതെ ഈ ഇരുട്ട് സമയത്ത് പിന്നെ കോംപ്രമൈസ് ഉണ്ടാക്കരുത്. പിന്നെ കെ ഫോൺ ഊരാളുങ്കൽ സൊസൈറ്റി, ഇതെല്ലാം ഉപരി നാടുനീളം മഞ്ഞക്കുറ്റി ഇട്ടതിന് എത്ര കോടി രൂപ നിങ്ങൾ ചെലവഴിച്ചു? യാതൊരു കേന്ദ്ര സർക്കാർ അനുമതി തരാത്ത, ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത സിൽവർ ലൈൻ പദ്ധതിയുടെ പേരിൽ ഗോവിന്ദൻ അപ്പം കൊണ്ടുപോകാൻ വേണ്ടി മാത്രം നിങ്ങൾ എത്ര കോടി രൂപയാണ് ചെലവഴിച്ചത്?
അല്ല, ഈ ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതില്ലാത്തടത്തോളം കാലം പേടിക്കേണ്ടതില്ല. അവർക്ക് ധൈര്യമായിട്ട് പറയാം. കാരണം പിന്നെ മുന്നേ നോക്കണ്ടല്ലോ. അതുപോലെ ഈ അതുപോലെ PM ശ്രീ ഉണ്ട്, ആ. PM ശ്രീ, അതുപോലെ നവകേരള സർവേ, നവകേരള യാത്ര, ലൈഫ് മിഷൻ ഇടപാട് കമ്മീഷന്റെ, ലോകകേരള പിന്നെ സഭ, ആഴക്കടൽ മത്സ്യബന്ധന കരാർ, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ്, ദുരിതാശ്വാസ നിധിയുടെ ദുരുപയോഗം, AI ക്യാമറ വിവാദം, സ്പ്രിംഗ്ലർ, ഇങ്ങനെ തൊട്ടാൽ പൊള്ളുന്ന നിരവധി അഴിമതികൾ അന്വേഷിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഈ ആദ്യമായിട്ട് ഇവർ ചെയ്യാൻ പോകുന്നത് മിക്കവാറും ഇപ്പോൾ സതീശനാണ് മുഖ്യമന്ത്രിയാകുന്നതെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു, ഉറച്ചു പ്രതീക്ഷിക്കുന്നു, ഒരു വലിയ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചുകൊണ്ട് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഈ കേസുകളെല്ലാം വിജിലൻസിന് കൈമാറണം എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. CBI അന്വേഷിക്കേണ്ടത്. പിന്നെ അവിടെ പക്ഷേ ഈ തോട്ടണ്ടി ഇടപാടിൽ CBIക്ക് പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കുമോ എന്നുള്ളത് കൂടി നമ്മൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. അറിയാം, INTUC നേതാവ് R ചന്ദ്രശേഖരനും അന്നത്തെ MD ആയിരുന്നു. ചന്ദ്രശേഖരൻ കോൺഗ്രസിലെ ഒരു പ്രത്യേക നേതാവിന്റെ ശിഖടിയാണെന്നുള്ള എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അതല്ല, UDF ഇരിക്കുന്ന സമയത്താണ് ഇത് ഉണ്ടായിട്ടുള്ളത്. ആദ്യം 2014, 15, 16 കാലഘട്ടത്തിലാണ് തോട്ടണ്ടി ഇറക്കുമതി ഉണ്ടായത്. പക്ഷേ ചന്ദ്രശേഖരനെയും രതീഷിനെയും സംരക്ഷിച്ചത് പിണറായി വിജയൻ ആണെന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു തോട്ടണ്ടി ഇറക്കുമതി ഇടപാടിൽ കൊന്നാലും CBIക്ക് പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കില്ലെന്ന നിലപാടിലായിരുന്നു സർക്കാർ. അതിനായിട്ട് പ്രത്യേകം വക്കീലന്മാരെ ഇറക്കി വെച്ച് ഇല്ലാത്ത പോയിന്റ് ഒക്കെ പറഞ്ഞ് വാദിക്കുകയും ചെയ്തു. അതുപോലെ ഒന്ന് അന്വേഷിക്കേണ്ടതാണ് ഈ വക്കീലന്മാർ കൊടുത്ത പ്രതിഫലത്തെക്കുറിച്ച്. അതെ, സർക്കാർ വക്കീലന്മാരെ ഹൈക്കോടതി, സുപ്രീം കോടതി എല്ലായിടത്തും ലക്ഷങ്ങളും കോടികളും കൊടുത്തോളം സമാസനത്തിന് നിയോഗിച്ചിട്ട് ഓരോ കേസും വരുമ്പോൾ ഈ പുറത്തുള്ള വക്കീലന്മാരെ കൊണ്ട് 1-2 കോടികൾ വാങ്ങുന്നവരെ കൊണ്ട് കേസ് വാദിക്കാൻ ഈ ഏർപ്പാടാക്കി. എന്തിനാണ് കൃപേഷ് ശരത്ലാൽ ഇവരെ കൊന്ന കേസിലെ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി ഒരു സുപ്രീം കോടതി പോയി. അതെ, സർക്കാർ ഖജനാവിലെ പൈസ. TP വധക്കേസിലെ പ്രതികൾക്ക് എന്താണ് പോകുന്ന വഴിക്ക് മദ്യസൽക്കാരമായിരുന്നു. അതെ, ഇവരെയും കൊണ്ട് പോകുമ്പോൾ ബാറിൽ കയറി അവർക്ക് മദ്യസൽക്കാരം, പിന്നെ അവർക്ക് സ്മാർട്ട് ഫോൺ, ജയിലിൽ അത്യാധുനിക സൗകര്യങ്ങൾ, ഇതെല്ലാം പുനഃപരിശോധിക്കണം. KK രമ മുന്നോട്ട് വെക്കുന്ന ഏക ആവശ്യം, അവരാദ്യം മുന്നോട്ട് വെക്കുക, അവരെ മന്ത്രിയാക്കണമെന്നോ അവരെ സ്പീക്കറാക്കണമെന്നോ ഒന്നും ആയിരിക്കില്ല. അവരാദ്യം പറയുന്നത് യുവന്മാർ ജയിലിൽ കിടക്കും, യുവന്മാരെ ഇറക്കി വിടാനുള്ള ഒരു നീക്കം ഉണ്ടായിരുന്നു, അത് പൊളിഞ്ഞുപോയി. അതുപോലെ ഈ വേറെയുണ്ട്, ഭരണ തലപ്പത്ത് ഒരുപാട് മാറ്റങ്ങൾ വരണ്ടായിട്ട്. IAS, ജയതിലകിനെ പോലെയുള്ള IASകാരും പ്രവതാ ചന്ദ്രശേഖരനെ പോലുള്ള IPSകാരും ഇതിന്റെ തലപ്പത്തിരിക്കുന്നവർ പിണറായി സർക്കാരുടെ വിനീത വിധേയന്മാരായിരുന്നു. അത് മാത്രമല്ല, മര്യാദക്ക് ജോലി ചെയ്ത് എത്രയോ പേരാണ് നടപടിയെടുത്തവർ. അത് പണ്ട് സെൻകുമാറോട് തുടങ്ങും, എത്രയോ പേരുണ്ട്. ഇപ്പോൾ 2 പേരുണ്ട്. ഇവർ ഏറ്റവും ആദ്യം പിൻവലിക്കേണ്ട 2 സസ്പെൻഷൻ, ഒന്ന് ഡോക്ടർ ബി അശോകന്റെ, ഒന്ന് പ്രശാന്തിന്റെയാണ്. അതുപോലെ TP വധക്കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർ മുഴുവൻ എവിടെയൊക്കെയോ കിടക്കുക. അന്ന് TP വധക്കേസിലെ എല്ലാ പ്രതികളെയും പിടിച്ചത് അനൂപ് കുരുവിള ജോസ് എന്ന് പറയുന്ന ജോൺ എന്ന് പറയുന്ന അച്ഛൻ കേരളക്കാരുടെ IAS ആയിരുന്നു കുരുവിള ജോൺ. അതെ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു. അന്ന് ഈ ഷൗക്കത്ത് അലി ആയിരുന്നു അതിന്റെ നേതൃത്വം കൊടുത്തത്. ഈ ഷൗക്കത്ത് അലിക്ക് IPS കൊടുക്കാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ നാറിയ കളികൾ ഈ പിണറായി സർക്കാർ കളിച്ചു എന്നറിയാം. അനൂപ് കുരുവിള ജോൺ കേന്ദ്ര കേഡറിലേക്ക് പോയി. അവസാനം ഈ ഷൗക്കത്ത് അലിയോട് താല്പര്യമുള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്നെ സമീപിച്ചു. അന്ന് നമ്മൾ കൃത്യമായിട്ട് ആ വാർത്ത കൊടുത്തു. ആ വാർത്ത വന്നതിന് ശേഷമാണ് ഫയൽ നീങ്ങാൻ തുടങ്ങിയത്. എന്താണെന്ന് ചോദിച്ചാൽ ഷൗക്കത്ത് അലിയെ ഇവർ ഒതുക്കുകയാണ്. ഷൗക്കത്ത് അലി നമ്പർ 1 ആണ്, റാങ്ക് നമ്പർ 1 IPSലേക്ക് പോകാനുള്ള 2018 17 ബാച്ചായിരുന്നു. ഈ മുടക്കോഴി മലയിൽ ചെന്ന് ജീവൻ പണയം വെച്ചാണ് ഇവന്മാരെ പിടിച്ചോണ്ട്. അതെ, അദ്ദേഹത്തെ ഇവന്മാർ വെട്ടാനെ കൊണ്ട് ഇവന്മാർ പിന്നെ ഇന്റഗ്രിറ്റി സർട്ടിഫിക്കറ്റ് നൽകാതെ പലവിധ കാരണങ്ങൾ പറഞ്ഞു. ഇടയ്ക്ക് അദ്ദേഹം ഡെപ്യൂട്ടേഷനിൽ പോയിരുന്നല്ലോ, കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോയിട്ട് അതിനുശേഷം അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോഴും അദ്ദേഹത്തിന് ഈ IPS കിട്ടിയിട്ട് പോലും അദ്ദേഹത്തെ അപ്രധാന തസ്തികയിൽ ഒതുക്കുക. അപ്പോൾ ഇവരുടെ പിന്നെ ഏറ്റവും ഒക്കച്ചങ്ങാതിമാരായിട്ടുള്ള VG വിനോദ് കുമാറിനെ പത്തനംതിട്ട SP ആക്കി. അതുപോലെ ഒരു അബ്ദുൾ റഷീദ് ഉണ്ടായിരുന്നു, ഉണ്ണിത്താൻ വധശ്രമ കേസിലെ പ്രതി. അയാൾക്ക് ഒരിക്കലും IPS കൊടുക്കാൻ പാടില്ല എന്ന് നിർദ്ദേശം ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇവർ വഴിവിട്ട് സഹായിച്ച് അന്നത്തെ ഇവിടുന്ന് പോയ ഉന്നത ഉദ്യോഗസ്ഥർ, അതായത് കുറേ സെക്രട്ടറിമാർ ഡൽഹിയിൽ ക്യാമ്പ് ചെയ്ത് അബ്ദുൾ റഷീദിന് വേണ്ടി ക്യാമ്പ് ചെയ്ത് അയാൾക്ക് IPS തരപ്പെടുത്തി കൊടുക്കുകയുണ്ടായി. എന്നിട്ട് എന്ത് സംഭവിച്ചു? അയാൾ SP ആകാൻ വേണ്ടി പല രീതിയിൽ ശ്രമിച്ചു. ജില്ലകളിൽ അതെന്ത് പറ്റിയോ, പിണറായി വിജയന്റെ നന്മയോ തിന്മയോ എന്തോ അത് അയാൾക്ക് കൊടുത്തില്ല. അയാൾ അവിടെ ഇരുന്ന് റിട്ടയർ ആയിപ്പോയി. പക്ഷേ ഏറ്റവും ഈ കേരളം കണ്ട ഏറ്റവും ക്രിമിനലായ പോലീസ് ഉദ്യോഗസ്ഥനെ ഇവർ IPS അല്ല, ഇവർക്ക് ക്രിമിനൽസിനെ മതി. അത് IAS ആണെങ്കിലും IPS ആണെങ്കിലും ഏത് തലത്തിലാണെങ്കിലും വൃത്തികെട്ടവന്മാരെ മാത്രം കൂടെ നിർത്തിയാൽ മതി എന്നുള്ള, അതാണ് പാർട്ടി ഗ്രാമങ്ങളിൽ ഇപ്പം പണി കിട്ടിയത്. ഈ 10 വർഷത്തെ ജനം സഹിച്ചത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ്. അതുപോലെ ഈ ഇനിയിപ്പോൾ വരും സാംസ്കാരിക നായകർ വരും. പിന്നെ ഓരോ പിന്നെ ബോർഡിൻ്റെയും പിന്നെ ഇതിൻ്റെയൊക്കെ തലപ്പത്തേക്ക് ചെയർമാനാകാനും കൺവീനർ ആകാനും ഒക്കെ നിരവധി ആൾക്കാർ വരും. എന്തായാലും ഒരു കാര്യം വ്യക്തമായി പറയാം, സൈബർ സഹാക്കളോടാണ്.
നിങ്ങളൊന്ന് അടങ്ങിയിരിക്കുക. ഒരു പുതിയ സർക്കാർ ഒരു വരട്ടെ. സർക്കാർ അധികാരത്തിൽ കയറട്ടെ. അവർക്ക് 3 മാസം അതിനുശേഷം സമയം അവർ കൊടുക്കും. കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ ആശമാരുമായി തെരുവിലിറങ്ങുക. പക്ഷെ അപ്പം നിങ്ങളൊക്കെ നേരത്തെ പറഞ്ഞത് വിഴുങ്ങേണ്ടി വരും. അപ്പം നിങ്ങൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിലെ കണക്കുകളൊന്നും നിങ്ങൾക്ക് ഇവിടെ അവതരിപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾ അതുകൊണ്ട് തൽക്കാലം ഒന്ന് ക്ഷമിക്കൂ. ഞങ്ങളുടെ ഈ സർക്കാർ, അതായത് കേരളത്തിലെ പൊതുജനങ്ങളുടെ പൊതുബോധത്തിൽ നിന്നും അവര് ഈ ഭീകര ദുർഭരണത്തിൽ നിന്ന് ഏറെ ആഗ്രഹിച്ച് നേടിയ ഒരു മാറ്റമാണ്. അത് അവർക്കൊന്ന് പ്രവർത്തിക്കാൻ അനുവാദം കൊടുക്കുക. അവരുടെ ആ മധുവിധ കാലം ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. 3 മാസം സമയം കൊടുക്കും. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ 100 ദിവസത്തെ കർമ്മ പദ്ധതി എന്തായാലും ഉണ്ടാവും. ആ സമയത്ത് നോക്കിയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാം.